ചെയ്ത് പണം തട്ടിയ കേസിൽ ബിഗ് ബോസ് താരം അറസ്റ്റിലായിരിക്കുന്നു. ബിഗ് ബോസ് താരവും ഇൻഫ്ലുവൻസറുമായ മുഹമ്മദ് ലസിയാണ് അറസ്റ്റിലായത്. ബിഗ് ബോസ് മലയാളം സീസൺ അടിപൊളി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പുറമേ കാണാൻ ഒരു മാന്യൻ, ഇത് വലിയ ഇൻഫ്ലുവൻസറേ. അപ്പോൾ ഉള്ളിലിരിക്കുന്ന പരിപാടികളൊന്നും കൊള്ളത്തില്ല അല്ലേ? കാണാം, ബാക്കി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊന്നൊരു ഐഡിയ കിട്ടും. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് നിലവിൽ ബ്ലഷ്ലിയെ കാക്കൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാക്കൂർ പോലീസിന്റെ പരിധി രജിസ്റ്റർ ചെയ്ത ഒരു കേസാണിതെങ്കിൽ കൂടി ഇത് കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി നടന്നു വരുന്ന ഒരു തട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം കഴിഞ്ഞ 3 മാസമായി ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിച്ചുകൊണ്ട് വരികയാണ്. ഈ ബ്ലഷ്ലിക്കെതിരായ കേസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ തട്ടിപ്പിലൂടെ, അതായത് ജോലി വാഗ്ദാനം ചെയ്ത് ഡിജിറ്റൽ തട്ടിപ്പിലൂടെ പണം സമ്പാദിക്കുന്നു. അതിനുശേഷം ഈ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്ത് കൊണ്ടുപോയി ഇതിൽ ഉൾപ്പെട്ട ഉന്നതർക്ക് കൈമാറുന്നു എന്നുള്ളതാണ് ബ്ലഷ്ലിക്കെതിരെ കണ്ടെത്തിയിട്ടുള്ള കുറ്റം. അത് ലക്ഷങ്ങളുടെ തുകയാണ്. മാത്രമല്ല ഇത് വലിയൊരു തട്ടിപ്പാണ് എന്നുള്ള ഒരു കാര്യം കൂടി ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസം തന്നെ ഒരു വാർത്താ സമ്മേളനം. ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ബിഗ് ബോസ് താരം കേട്ടോ, ഹൈലൈറ്റ് ആണ്. ബിഗ് ബോസ് താരവും ഇൻഫ്ലുവൻസറും ആയ ബ്ലഷ്ലി അറസ്റ്റിൽ. ഇനി എന്തോ വേണം? അല്ലെങ്കിലും ബിഗ് ബോസിൽ വന്നതിൽ ഒരുവിധം ആൾക്കാരെല്ലാം ഭയങ്കര ഉളകളാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇവന്മാരൊക്കെ സെലക്ട് ചെയ്യുന്നത്? അവൻ്റെ ആ ഒരു പരിപാടിയും ആ ബിഗ് ബോസിൽ വന്നപ്പോൾ ഉള്ള ഒരു ഉടായ്പ പരിപാടിയൊക്കെ കണ്ടപ്പോഴേ വിചാരിച്ചായിരുന്നു ഇവനാണ് ഇച്ചിരി തരികിരിയാണെന്നുള്ളത്. പക്ഷെ എന്തായാലും വൈകാതെ തന്നെ ആ സംഭവങ്ങൾ പുറത്തു വന്നല്ലോ. ഇനി ബിഗ് ബോസ് എന്ന് ഇറങ്ങിയവരയിൽ ആരെയൊക്കെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമോ? ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും കോടികളോളം പണം തട്ടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പ്രകാരം വന്നേക്കുന്നത്. അതും വലിയൊരു സംശയം ഓൺലൈൻ തട്ടിപ്പാണ്. കാര്യം ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറഞ്ഞിപ്പം കുറേ കാര്യങ്ങൾ എന്താ പറയുക, കുറച്ച് മുമ്പൊക്കെ ആയിട്ട് നോട്ടീസ് ചെയ്താണ്, ഇഷ്യൂസൊക്കെ നടന്നതാണ്. എന്നിട്ടും ആൾക്കാർ എങ്ങനെയാണ് ഈ ഓൺലൈൻ തട്ടിപ്പിലേക്ക് വീണ് പോകുന്നുള്ളത് അറിയില്ല. കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചുകൂടെ? അറിയത്തില്ല ഇത് എങ്ങനെയാണ് ഇങ്ങനെ പോയി വീണ്, അതും കോടികളുടെ തട്ടിപ്പിനൊക്കെ നിന്നെടുക്കാന്നൊക്കെ പറയുമ്പോഴേ ഇനി പട്ടുകാരില്ലല്ലോ. എന്തായാലും കുറ്റം തെളിയും. എത്രത്തോളം കോടികൾ തട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വൈകാതെ തന്നെ അറിയാൻ പറ്റുന്നതാണ് അറിയാൻ സാധിച്ചത് കേട്ടോ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളെ ദിൽഷയെ രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കോ. കാര്യം ദിൽഷേൻ്റെ പുറകെ കോഴിപ്പരിപാടിയും അതുപോലെ തന്നെ കുറേ ഒലിപ്പീരുമായിട്ടൊക്കെ ഈ ബ്ലസ്സിൽ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തെങ്ങാണ്ട് ദിൽഷ അതിൽ വീട് പോയിട്ടുണ്ടെങ്കിൽ, വീടില്ല അത് പുള്ളിക്കാരത്തേക്ക് അന്നേരെ കത്തിനെന്ന് തോന്നുന്നുണ്ടോ, വീട് പോയിട്ടുണ്ടെങ്കിൽ അല്ല ട്രെയിനും തല വെച്ച് കൊടുത്ത അവസ്ഥയാവുമായിരുന്നു. എന്തു പറയാനല്ല. ഇനിയെങ്കിലും ഇത്തരം ഓൺലൈൻ തട്ടിപ്പും അതായത് ഓൺലൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കെയർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ അപകടത്തിൽ ചെന്ന് ചാടും. അത്രേ പറഞ്ഞില്ല. ചെന്ന് ചാടിക്കഴിഞ്ഞതിന് ശേഷം അയ്യോ എൻ്റെ പണം പോയി അല്ല എനിക്ക് ഇത്ര പോയെന്ന് പറഞ്ഞ് കാര്യമില്ല. മാക്സിമം ഓൺലൈൻ തട്ടിപ്പുകളിലും എന്തായാലും ഇവ കുറേ മുന്നേക്ക് നടന്നതിലൊന്നും എന്തായാലും ഒന്നും തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഓക്കെ, അതുകൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. എന്തായാലും നമുക്ക് വരുന്ന ആളുകളിൽ ഇനി ഇതുപോലെ ആരൊക്കെയാണ് ബിഗ് ബോസ് എന്നൊക്കെ ഇറങ്ങിയതിൽ ഇതുപോലുള്ള ഉടായ്പകളായിട്ട് വരുന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ഇതിൽ കാണാവേ.